ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദു ചെയ്തു. വയനാട് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനാണ് പരോൾ റദ്ദാക്കൽ. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ക്രിസ്റ്റീന, ഇതിൽ ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം, അതായത് ഈ പരോൾ റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ജയിൽ അധികൃതർ പറയുന്നത് പരോൾ വ്യവസ്ഥ കൊടിസുനി ലംഘിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് പരോൾ റദ്ദ് ചെയ്ത് കൊടിസുനിയെ ഇന്നലെ രാത്രി കണ്ണൂർ സെൻട്രൽ ജയിലിൽ തിരിച്ചെത്തിച്ചത് എന്നതാണ് ജയിൽ അധികൃതർ പറയുന്നത്. അതായത് പരോൾ പോകുമ്പോൾ ജൂലൈ 21-നാണ് പരോൾ അനുവദിച്ച് കൊടിസുനി പുറത്തേക്ക് ഇറങ്ങുന്നത്. 15 ദിവസത്തെ അടിയന്തര പരോളാണ് അനുവദിച്ചത്. ആ ഘട്ടത്തിൽ എവിടെ ഏത് സ്റ്റേഷൻ പരിധിയിലാണ് ഉണ്ടാവുക എന്ന കാര്യം ജയിലിൽ അറിയിക്കണം. അത് ഔദ്യോഗികമായി തന്നെ രേഖാമൂലം അറിയിക്കണം. അതിനുശേഷം ആ സ്റ്റേഷൻ പരിധിയിൽ റിപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടിസുനി പറഞ്ഞത് മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ 15 ദിവസം ഉണ്ടാവുക എന്നതായിരുന്നു കൊടിസുനി ഈ പരോൾ വ്യവസ്ഥയിൽ പറഞ്ഞത്. എന്നാൽ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഇയാൾ റിപ്പോർട്ട് ചെയ്തില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ കൊടിസുനി മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലില്ല എന്ന റിപ്പോർട്ട് അവിടുത്തെ SHO നൽകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരോൾ വ്യവസ്ഥ ലംഘിച്ചു എന്നതുകൂടി അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പരോൾ റദ്ദ് ചെയ്ത് ഇയാളെ ജയിലിലെത്തിച്ചത് എന്നതാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ മാസം 17-ാം തീയതി തലശ്ശേരി കോടതിയിൽ കൊടിസുനിയെ എത്തിച്ച ഘട്ടത്തിൽ, അതായത് മാഹി ഇരട്ട കൊലപാതക കേസിലെ വിചാരണ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടക്കുകയാണ്. അവിടെ എത്തിച്ച സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കണ്ണൂർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ 3 സിവിൽ പോലീസ് ഓഫീസറുടെ സഹായത്തോടെ ഇയാൾ മദ്യപിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് പോലീസിൻ്റെ വകുപ്പ് തല നടപടി, 3 പേർക്കെതിരെ സസ്പെൻഷൻ നടപടി ഉൾപ്പെടെ ഇന്നലെ ആ വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന വിവരം പോലീസിനും അതോടൊപ്പം തന്നെ ജയിൽ അധികൃതർക്കുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പരോൾ പെട്ടെന്ന് റദ്ദ് ചെയ്ത് ഇയാളെ ജയിലിൽ തിരിച്ചെത്തിച്ചത് എന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചൊക്കെ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും അതിനുശേഷം ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച, അതായത് കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ കുറ്റവാളിയായിട്ടുള്ള കൊടിസുനിക്ക് മദ്യപിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവസരമൊരുക്കി നൽകി എന്ന സുരക്ഷാ വീഴ്ച കൂടി, അതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അത് കൂടുതൽ ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു ഇയാളെ പരോൾ റദ്ദ് ചെയ്ത് തിരിച്ചെത്തിച്ചു എന്ന തരത്തിൽ കൂടി കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ജയിൽ അധികൃതർ നൽകുന്ന ഔദ്യോഗികമായ വിശദീകരണം ഈ പരോൾ വ്യവസ്ഥ ലംഘിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാളെ തിരിച്ച് ജയിലിലേക്ക് എത്തിച്ചത് എന്നതാണ് ഔദ്യോഗികമായി പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടി, അതായത് നിലവിൽ ഈ മദ്യപിക്കാൻ അവസരം നൽകി അയാൾ കോടതി പരിസരത്ത് നിന്ന് മദ്യപിച്ചു, അതൊരു സുരക്ഷാ വീഴ്ചയായി നേരത്തെ തന്നെ ജയിൽ അധികൃതർക്കുൾപ്പെടെ ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. പറഞ്ഞാൽ ഈ രീതിയിൽ കൊടിസുനിയുടെ ഇതുവരെയുള്ള ജയിലിലെ സ്വൈര്യവികാരമൊക്കെ നേരത്തെ തന്നെ വലിയ വാർത്തയായതാണ്. പരോൾ, ഈ ഏറ്റവും ഒടുവിലെ പരോൾ അനുവദിക്കുന്നത് തന്നെ വലിയ വിവാദമായതാണ്. ജയിലിന് അകത്ത് നിന്ന് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, സ്വർണം പൊട്ടിക്കുക തുടങ്ങിയ പരിപാടികൾ, കലാപരിപാടികളൊക്കെ യഥേഷ്ടം നടക്കുന്നുണ്ട് എന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നേരത്തെ തന്നെ വിവരങ്ങൾ വന്നതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മാത്രമേ പോലീസുകാർ മദ്യം വാങ്ങിക്കൊടുത്തതിനെ കാണാൻ കഴിയുള്ളൂ. എന്തായാലും ആ പരോൾ റദ്ദാക്കി എന്നൊക്കെ സാങ്കേതികമായി പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.